ഹായ്, ഫ്രം കോഡ് ഡിസൈൻ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ്. ഇന്ന് രാവിലെയാണ് വന്നത് കേട്ടോ. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റ് ഇവിടെ എത്തി കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത്. ആക്ച്വലി നമുക്ക് ഡൽഹി പർച്ചേസ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് മെറ്റീരിയലും അങ്ങനത്തെ കുറച്ച് കളക്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഡൽഹി വന്നപ്പോൾ ഏതായാലും വന്നതാണല്ലോ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാനും പോകണല്ലേ. അങ്ങനെ രാത്രി സമയം കിട്ടിയപ്പോൾ ഇന്ത്യ ഗേറ്റിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണേണ്ട സംഭവങ്ങളല്ലേ. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ തണുപ്പ് എന്നുള്ളതൊരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ്. കോച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല എനിക്ക്, അത്ര തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ എന്തൊരു ചൂടല്ലേ, ഭയങ്കര ചുട്ട് പൊള്ളുന്ന വെയിലല്ലേ. പക്ഷെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ. തണുത്തിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യ ഗേറ്റ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും. എന്നാലും നമ്മുടെ ചാനൽ കിടക്കട്ടെ എന്ന് കരുതി ഞാനിവിടെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ പോയിരുന്നല്ലോ എന്നുള്ളൊരു നൊസ്റ്റ് ഇതാക്കാൻ എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ ഞാൻ കണ്ടാലും കൂടെ ഞാൻ ജസ്റ്റ് ഉണ്ട്, തണുത്തിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നാളെ ഞാൻ ഇവിടുന്ന് താജ്മഹൽ ആഗ്ര പോകാനുള്ള പ്ലാൻ ഉണ്ട്. കൺഫേം അല്ല, ഓൾറെഡി ഞാൻ 7-ാം തീയതി ഇവിടുന്ന് തിരിച്ചിട്ട് കച്ചിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട്. പക്ഷെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഞാൻ നാളേക്കലേക്ക് ആക്കിയിട്ടുണ്ട്, നാളെ രാത്രിക്കലേക്ക് 6-ാം തീയതിക്ക് ആക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം ഇവിടെ 2 ദിവസത്തെ പർച്ചേസേ ഉള്ളൂ, 1 ദിവസത്തെ പർച്ചേസേ ഉള്ളൂ. അപ്പോൾ 1 ദിവസം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങോട്ട് ആഗ്ര കാണാം. കാരണം ലോകാത്ഭുതങ്ങളിൽ പെട്ടൊരു കാര്യം കാണാണ്ട് പോകണം മോശമല്ലേ. ഇവിടെ വരെ വന്നിട്ട് ജസ്റ്റ് പറഞ്ഞേ ടൈമില്ല എന്തായാലും തിരിച്ച് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞേ. എന്തായാലും ഞാൻ ആഗ്ര താജ്മഹൽ കാണാണ്ട് ഇവിടുന്ന് വരില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ്. ഇൻഷാല്ലാ നാളെ പോകാൻ പറ്റും. ഞാൻ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ഉള്ളത്. കാരണം കാറൊക്കെ ആകുമ്പോൾ 4-5 മണിക്കൂർ വേണത്ര. അപ്പോൾ ട്രെയിനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, തണുത്തിട്ട് വിറക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ മൊത്തം എല്ലാ ആളുകളുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇത്ര നമുക്ക് മാർച്ചൊക്കെ ഉണ്ടാവാറില്ല. അതുപോലെ പരേഡൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിപ്പബ്ലിക് ഡേയുടെ ടൈമിലും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ടൈമിലൊക്കെ ഉണ്ടാവാറുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നമ്മളെ കൂടെയുള്ള ആൾ പറയും. പിന്നെ അതെന്താ, അത് ആരുടെ പ്രതിമ എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ അടുത്ത് സുഭാഷ് ചന്ദ്രബോസ് ആണോ? ഓക്കെ, ഇതിൻ്റെ അടുത്ത് പോയാൽ അത് തന്നെയാണെന്ന് കൺഫേം ചെയ്യാം. സുഭാഷ് ചന്ദ്രബോസ് തന്നെ ആണോ? പക്ഷേ ഞാൻ നല്ലൊരു കുറേ ആൾക്കാരൊക്കെ ആയിട്ട് പിന്നെ ഫുള്ളിങ്ങനെ ഇതായി കിടക്കുന്ന കാരണം നല്ല ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രസം, ഒരു പ്രത്യേക ഫീൽ. ക്ലൈമറ്റും കാണുമ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെയുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ഡൽഹിയിൽ വരാൻ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു കസ്റ്റമർ ഉണ്ട്. ഒന്നിനായിട്ട് വീഡിയോസ് വരുമ്പോൾ പർച്ചേസ് ചെയ്യുന്നൊരു കസ്റ്റമർ ഉണ്ടാവും. ആക്ച്വലി അവർ വൈഫിനേക്കാളും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഞാൻ ആളുടെ ഹസ്ബൻഡിനായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ആളാണ് കൂടുതലും എപ്പോഴും പുറത്ത് ക്യാഷ് ഇടാനും ഇതാക്കാനൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറൊക്കെ ഉള്ളത്. അപ്പോൾ എന്നോട് പറയാറുണ്ട്, അപ്പോൾ ഡൽഹി വരുന്ന സമയത്ത് എന്തായാലും പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണം, ഞങ്ങളെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പാടുള്ളൂ, വേറെ എവിടെയും സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവരോടൊന്നും പറയുകയേ ചെയ്തില്ല, വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് മെസ്സേജ്, കാരണം എനിക്ക് നാളെ ഡൽഹി ഞാൻ പറഞ്ഞില്ല ഇവിടെ ആഗ്ര പോകാൻ പ്ലാൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പോയാൽ പെട്ടെന്ന് എത്തുക, ഏത് ത്രൂ ആണ്, ബസ്സാണോ അതോ ട്രെയിനാണോ കാർ ത്രൂ ആണോ ഏറ്റവും എളുപ്പം എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അതിനെവിടെ ഇവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ജസ്റ്റ് വോയിസ് നോട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് തിരിച്ച് വിളിക്കുന്നത്. അവൻ പറഞ്ഞാൽ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, അവിടെ നിൽക്കുക ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈഫിനെയും ഹസ്ബൻഡിനെയും ഞാൻ ഇതുവരെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല, ഇന്നിപ്പോൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഫോണിലൂടെ നന്നായിട്ട് രണ്ടാളെ എനിക്കറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ഡയറക്റ്റ് കാണേണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു 10-15 മിനിറ്റ് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡൽഹിയിൽ തന്നെ പ്രോപ്പറുള്ള ആളുകളാണ്, നോർത്തിൽ തന്നെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമറാണ്. ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഈ കോള് വരുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് അവരെ കാണാൻ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കൂടെ അതുകൂടെ നടക്കുകയല്ലേ. അപ്പോൾ ഇനി അവരെ കണ്ടിട്ടുള്ളത് ഞാൻ ഷെയർ ചെയ്യട്ടെ ഇതിൻ്റെ കൂടെ. വലിയ ഫ്രണ്ടിൽ പോയോ, ബാക്കിൽ നിന്ന് ഞങ്ങളെങ്ങനെ പിടിക്കാനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഡൽഹി ഒരു കസ്റ്റമർ ഉണ്ട്, ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന കസ്റ്റമറാണെന്നുള്ളത്. ഇതോടെ ഞാൻ പറഞ്ഞപ്പോൾ അത് ഈ ചുരിദാർ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തൊക്കെ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും. മൊഡാൽ സിൽക്കിൻ്റെ പീസാണ്, അത് വേറെ എന്നിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഭയങ്കര സ്നേഹം കണ്ട പാടിനെ കെട്ടിപ്പിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് റൂം ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നോട് അത് വേണ്ട, ക്യാൻസൽ ചെയ്തിട്ട് അവരെ കൂടെ വരാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സന്തോഷം. आपको ओनली एक बेटा है? ये छोटा है, उससे बड़ी बेटी है. आपका फिगर दूसरा है मेरे माइंड में. कॉल करने के लिए दूसरा देख सकते. अब मेरे डायरेक्ट वीडियो देखकर ना मैं आपका ओनली वॉइस सुना, आपका फोटो ऐसा कुछ नहीं देखा ना, इसलिए माइंड में दूसरा एक पिक्चर है. उसका भी सरप्लस भाई का भी दूसरा पिक्चर है. मैं उसको रिटर्न कॉल किया, क्यों आपको भी लेके आने के लिए बोले. तो एक्चुअली आप पहले आया. ठीक है, नहीं देगा 50 रुपए में. इसलिए मेरा मन में क्या है, वो अकेला रहेगा, इसलिए मैं उसको कॉल किया आपको भी लेके आने के लिए. मैं नहीं देखा ना. एक्चुअली टाइम चाहिए इधर में, क्या है छोटा है ना बच्चों, उसने उसका एग्जाम टाइम दिए, इसलिए जल्दी हाँ मेरा नया है दुकान को ओपनिंग है. आप उधर केरल में आओ भैया. देखो मेरा स्कूल हो गया ज़्यादा. किसको इसको सरप्राइज भाई ने मेरे को भाई. ഇതാണ് അപ്പോൾ സാധാരണ വൈഫല്ലേ എന്നെ കോൾ ചെയ്യാറുള്ളത്, സർപ്രൈസ് ഭായി എന്നെ കോൾ ചെയ്യാറുള്ളത് കേട്ടോ. ഒരു ദിവസം അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ ചിലപ്പോൾ ആ ദിവസം വിളിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയും എന്തായാലും ആ സാധനം വേണമെന്നുള്ളത്. അതുപോലെ एक टाइम में आपको एक कपड़ा नहीं मिला, उस दिन में आपको उसको वोट नहीं दिया बोला. ഒരു ഡ്രസ്സ് കിട്ടാണ്ടായപ്പോൾ ആൾക്ക് ഫുഡ് കൊടുത്തില്ല. അവിടെ എനിക്ക് ആ ഡ്രസ്സ് എന്തായാലും വേണം, എങ്ങനെയെങ്കിലും എൻ്റെ വൈഫിനെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് लेकिन मैं मैंने आपको एक ड्रेस दिया, सेम ड्रेस है ना. हाँ सेम ड्रेस अभी लास्ट में मिला. അപ്പോൾ അങ്ങനെയാണ് അവർ ഞങ്ങളുടെ ഫോട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി അവരെ എന്താണ് അവരായിട്ട് കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് രാത്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ സ്പെൻഡ് ചെയ്ത് പിന്നെ അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ റൂമിൽ പോയിട്ട് പിന്നെ രക്ഷയില്ല, അങ്ങനെ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ 6:30-7 മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നു ആഗ്രയിലേക്ക്. ഇപ്പോൾ 12:30 മണി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. അപ്പോൾ എൻട്രൻസ് പോർഷനാണിത്. എൻട്രൻസ് ഒന്നും വൈറ്റ് കളറിലല്ല, ഒരു വുഡൻ അല്ല എന്താ മഡിൻ്റെ കളറിലാണ് വരുന്നത്. ഇനി ഉള്ളിൽ പോയിട്ട് എന്താണെന്നുള്ളത് കാണാം കേട്ടോ. അത് ആ എൻട്രൻസ് അല്ല, അത് കൂടാണ്ട് വേറൊരു എൻട്രൻസ് ആട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ നല്ല ടൂറിസ്റ്റുകളുണ്ട്, ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഭയങ്കര റഷ്. हाँ एक्सप्लेन करके चलेगा. देखिए हम लोग यहाँ खड़ा हुआ है, इसको कोर्टयार्ड बोलता है, कंपाउंड. So there are 3 entrance of Taj Mahal. We enter this gate, west gate, and first gate over there you can see front of you, east gate. Okay. And third gate there, south gate. Okay. 3 गेट क्यों है? क्योंकि शाहजहां का 3 वाइफ था. शाहजहां had 3 wives. So each gate for each wife. शाहजहां first wife buried east gate, second wife west gate, and third wife Mumtaz buried in Taj Mahal. So we will go there. I will show you there. Okay, okay. Okay. So there you can see surrounding there 210 rooms here. 210. White. किधर इधर ये रूम से 210 रूम है. Okay. वो इसलिए बनाया है दैट टाइम आगरा में होटल गेस्ट हाउस नहीं था. जब शाहजहां कोई पार्टी सेरेमनी ओकेजन करते थे, उनके रिलेटिव आते थे ना, तो यहीं स्टे करते थे. So everything provided by Shahjahan. So it is decorated red sandstone, and red sandstone came from Fatehpur Sikri. Fatehpur Sikri just far from 45 kilometers. इधर से उसका बहुत हिस्ट्री है. But those time there are no transportation, so all stone brought by horse ride, camel and bullock cart. सो अभी पूरा क्लोज करके रखा. अब क्योंकि मुगल डिसेंडेंट नहीं है. ओके. But that time था तो उनके लिए सब ये था. So everything provided by Shahjahan. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ ഇതിന് 3 എൻട്രൻസ് ഉണ്ട്, 3 एंट्रेंस है. अब बोला वो तीनों एंट्रेंस क्यों ऐसा है, और ഷാജഹാൻ को 3 वाइफ है ऐसा बोला. इसलिए അല്ല ഞാനത് ഹിന്ദിയിലാണല്ലോ പറയുന്നത്. അപ്പോൾ ഷാജഹാന് 3 ഭാര്യമാരുണ്ട്. അപ്പോൾ 3 ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 एंट्रेंस ഉണ്ടാക്കിയിട്ടുള്ളത്. ഓ तीनों को इधर
में बरी हुआ buried हुआ मुमताज का तो ആ ഉദർ മൂന്ന് പേരുടെയും മറവ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഓരോ എൻട്രൻസിന്റെ ഇതായിട്ട് of the great king. അപ്പൊ മുന്തസ് Mumtaz was not Indian, Mumtaz from Iran, Persian. മുന്തസ് എന്നുള്ളത് പേർഷ്യൻ ഇപ്പോഴറിയണ Wife name Sarhandi Begum, second wife name Fatehpuri Begum. And third wife Mumtaz. Mumtaz was a nickname. She was real name നെയിം ഈസ് Arjuman Banu Begum. അർജുമൻ Banu Begum. അപ്പൊ മുന്തസ് എന്നുള്ളതിന്റെ See their main entrance gate of the Taj Mahal, which is 105 feet height and 151 feet in width wide. ഓക്കെ See their black writing into the marble. That is the Arabic letter, holy book. It's morning period. It's ഓക്കെ Arabic letter, bottom to top. ലെറ്റർ Yeah, top to bottom, bottom to top. Every word same size. സെയിം But സൈസ് this Arabic letter is called morning prayer, Surah Al-Fajr. അറബിക് ലെറ്റർ Arabic Al-Fajr. Dome there you can see 11 dome. 11 here, 11 inner side there. So total are 22. इसका means ये है कि 22 years में ताजमहल बन के तैयार हुआ. 22 years ये पूरे बनाने के पूरे बनाने के लिए 22 years लगा है. And ताजमहल complete by help 20,000 workers. 20,000. Come here. केवल 10 फोटो खींच के गया അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള എന്തോ പറയാനുള്ളത് നിൽക്കട്ടെ ഇതാണ് സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് 3 എൻട്രൻസിലേക്കും കണക്റ്റഡ് ആണ് പിന്നെ ഇതിലേക്കും താജ്മഹലിലേക്ക് കണക്റ്റഡ് ആണ് നമുക്ക് ഉള്ളിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ പറഞ്ഞ എൻട്രൻസിലൊക്കെ അറബിക് ലെറ്റേഴ്സ് ഉണ്ട് പിന്നെ നല്ല ഡോം കണ്ടില്ലേ ഇവിടെ ഫ്രണ്ട് സൈഡിലൊരു 11 ഡോംസ് ഉണ്ട് അതുപോലെ ബാക്ക് സൈഡിലുണ്ട് 11 ടോട്ടൽ 22 ഡോം അപ്പോൾ എന്താ വെച്ചാൽ അത് ഓരോന്നും ഇത് 22 വർഷം എടുത്തിട്ടാണ് ഇത് ഫുള്ളി എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ആ ഡോം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മേൽഭാഗത്ത് ഇത് രസമുണ്ടല്ലേ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ तो क्या है ये शाहजहां का सन है ना उसको क्या है कि जेल था इसलिए कर दिया था कि शाहजहां अपने लिए एक ताजमहल और बनाना चाहते थे. Other one, he want to make one more ताजमहल. One more ताजमहल For himself. अपने लिए शाहजहां अपने लिए. और औरंगजेब ने कब था ना वो एग्री नहीं किया और एक चाहिए था यहाँ खड़े हो यहाँ पर खड़े हो आप पास आइए ना ताजमहल को देखिए आप आगे जाएगा ना ताजमहल आपके साथ साथ पीछे जाइए और वापस आएगा ताजमहल हमारे साथ तो वापस आएगा वॉक करो ताजमहल को देखते हो वॉक ताजमहल पीछे जाएगा हमारे साथ वापस आएगा വീഡിയോയിൽ നോക്കിയൊക്കെ താജ്മഹൽ കാണാൻ അത്രയും വൈറ്റാണ് അതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ വീഡിയോയിൽ അവിടെ ശരിക്കും എൻട്രൻസിൽ താജ്മഹലിൻ്റെ ഫ്രണ്ട് വ്യൂ കറക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നതേ ഫീൽ ചെയ്യണില്ല പിന്നെ ഇവിടുത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗൈഡ് പറഞ്ഞു തന്നത് നമ്മൾ എൻട്രൻസിൻ്റെ ഇവിടെ നിന്നിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് താജ്മഹൽ നമ്മളെ തൊട്ട് നിൽക്കണ പോലെ തോന്നുന്നു കേട്ടോ പക്ഷെ നമ്മൾ അങ്ങനെ നടക്കും തോറും അത് ബാക്കിലേക്ക് പോകുന്ന പറയണം പക്ഷെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല इधर भी कट करेगा तो 2 आएगा कहीं से भी देखेगा फ्रॉम द एनी एंगल इट्स लाइक सिमिलर फ्रंट ऑफ व्यू बिहाइंड राइट लेफ्ट एवरीवेयर एज वेल गार्डन हियर 16 गार्डन 8 here garden 8 there garden 16 garden and water fountain come here solar water fountain 53 Tajmahal complete 16 garden and 53 water fountain. It has meaning. And Tajmahal complete 1653. In 22 years to build Tajmahal. ആക്ച്വലി മുന്തസിൻ്റെ 14ാമത്തെ ഡെലിവറി ടൈമിൽ ആൾ മരിക്കുകയാണ് ചെയ്യുന്നത് മൊത്തം 14 കുട്ടികളുടെ ഷാജഹാൻ മുന്തസിൻ്റെ
ടുഗദർ ഓൺലി 19 ഇയേഴ്സ്. married lifespan. അവർ രണ്ടുപേരും കൂടെ 19 വർഷമാണ് ജീവിച്ചത്. 14ാമത്തെ ഡെലിവറി ടൈമിൽ ആള് എന്താണ് മരിക്കാൻ ചെയ്യുന്നത്. ആള് ഒരിക്കലും താജ്മഹൽ ഡയറക്റ്റ് നെയ്തേക്കാം. Mumtaz was never swayed. ആഫ്റ്റർ ആളുടെ മരണശേഷമാണ് ആളുടെ ഓർമ്മയ്ക്കാണ് ഉണ്ടാക്കിയല്ലോ, മരണശേഷമാണ് ഉണ്ടാക്കിയത്. And when she get married, 1612 married. 1612 married and born 1593. 1612 married. Yes. 19. At age of 18 years. 18 years. Yes. 14 delivery हुई है. 19 years में. अभी तो 19 plus 14. 33 years. 33, but spent 39 years. 39 years. 39 years. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കുള്ള പ്രവേശനത്തിലാണ് കേട്ടോ. നോക്കിയൊക്കെ ഫുള്ള് 2 സൈഡിലും ഗാർഡൻ. അപ്പോൾ ഇത് ഏത് സൈഡിൽ നിന്ന് താജ്മഹൽ നോക്കുകയാണെങ്കിലും ഒരു ഫ്രണ്ട് വ്യൂ പോലെ മാത്രമാണ്, കാരണം സിമെട്രിക്കലായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഏത് സൈഡിൽ നിന്നും ഒരേ ഒരു ഫിഗറിലായിരിക്കും അതിന് കാണുക കേട്ടോ. അങ്ങനെ എന്താ ബാക്ക് വശം ഫ്രണ്ട് വശം സൈഡ് അങ്ങനെയൊന്നുമില്ല, ഏത് നോക്കിയാലും ഒരേപോലെ. ഇതിൻ്റെ ഫ്രണ്ട് പിന്നെ ഗോൾഡ് കൊണ്ടാണ് അതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു കൊത്തുപണിയുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞത്. പിന്നെ ഈ നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന സമയത്തൊക്കെ അതാണ് മിസ്സായി പോയിരിക്കുകയാണ്. അത് വളരെ 1600 അല്ലേ ആ ടൈമിലാണ് ഉണ്ടാക്കിയത്. എത്ര വർഷമായില്ലേ? 500 വർഷത്തോളമായോ അല്ലേ? ഓ മൈ ഗോഡ്, 500 വർഷം മുന്നേ ഇങ്ങനത്തെ ഒരു ഇതിൽ നോക്കി നോക്കിയേ. അത് ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എന്താ പില്ലേഴ്സൊക്കെ അതൊക്കെ ഇങ്ങനെ ഒന്നിനോട് ടച്ച് ആവാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ എർക്കേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ടൊരു ബെൻഡിങ് അങ്ങനെ ഒരു അങ്ങനെ എന്താണ് ഇങ്ങനെ സൈഡിലേക്ക് ഒരു ബെൻഡിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തോരം എന്താ പറയുക ചിന്തിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ആലോചിക്കുന്നത്. में कवर के ऊपर चलना मना है, वॉक नहीं कर सकते कवर के ऊपर, इसलिए औरंगजेब ने इसके ऊपर में डुप्लीकेट कॉपी बनाया है. अगर आप कोई लोग आएगा तो उसका बेहुरमती नहीं होएगा, वो चलेगा नहीं. अब जाएगा ना तो राउंड लेकर के आएगा और बाहर आ जाएगा. ये सोच करके बनाया है. असली वाला भी तुमको दिखाता है. एक्सप्लेन ചെയ്തോ. അത് 4 ശവകുടീരങ്ങളുണ്ടെന്നാ പറയുന്നത്. दिखाता हूँ मैं. इसमें 2 मुमताज का, एक शाहजहां का है, एक मुमताज का. एक मुमताज का. ये वाला ओरिजिनल है. ये देखिए जब उर्स होता है ना एनिवर्सरी तब होता है. ये मुमताज का शाहजहां का है, ये मुमताज का है. ओके. उधर जाएगा तो लेकिन वो नहीं दिखेगा, नहीं सिर्फ अंदर जाने का. വന്നത് താജ്മഹലിൻ്റെ സൈഡിലാണ്. അപ്പോൾ അപ്പോഴും നോക്കി നോക്കിയാൽ ഒരേ ഇത് സെയിം ഫ്രണ്ടും സൈഡും അവിടെ സൈഡിൽ നിന്നും ഒരേപോലെയായിട്ട് കാണുമ്പോൾ ഇനി അപ്പുറത്തെ സൈഡൊക്കെ നോക്കി നോക്കാം ഒരേപോലെ തന്നെയാണ്. അല്ല സെയിമാണ്, 4 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഒരേപോലെ ആയിട്ടാണ് വരുന്നത്. വീട് ഓ ചപ്പൽ അത് ഷൂവിൻ്റെ ഇതാക്കണ്ടേ അല്ലേ? വൈറ്റ് കളർ, പക്ഷെ ഇപ്പം ചെറുതായിട്ടൊരു ലൈറ്റ് യെല്ലോ ആയ പോലെ തോന്നുന്നുണ്ട്. എനിക്കത് വെയിലിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കും. രാത്രി നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന പറഞ്ഞ വൈറ്റ് കളർ.
കാണിക്കാൻ പറ്റില്ല, ഫോട്ടോഗ്രാഫി അവിടെ അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ വരെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. चलो ओके. ये अरबिक लेटर है सूरह यासीन हार्ट ऑफ कुरान. ये पूरा इराकी बनाया, ഇറാൻ ईरान का. तुर्की सीरिया. Yes, because it is Islamic pattern. ഭയങ്കര നമ്മുടെ മനസ്സിൽ കുത്തിത്തറയ്ക്കുന്ന കൊത്തുപണികളാണ്. ഓരോന്നിനും ഓരോന്നും ഇങ്ങനെ കൺവേ ചെയ്യുന്നുണ്ട്. Joint label है 3 side is 1 side 2 side 3 side, right? But you have to go there and look 6. Look it. Illusion 3D. In out in out. क्यों ऐसा क्यों बनाया? मकड़ी है स्पाइडर, इसके बाद इसके ऊपर वॉक नहीं करेगा, वेब नहीं बनाएगा, वेब नहीं बनेगा. അതെ, അത് ചെയ്തിട്ടുള്ള എന്താ അറിയോ, അങ്ങനെ കട്ടിങ് ഡയമണ്ടിനെ പോലെ കട്ട് ചെയ്തിട്ടുള്ള എന്തിനാണെന്ന് അറിയോ? അതിൻ്റെ ഈ സൈഡിലൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ ഡയമണ്ടിൻ്റെ ഉള്ളിൽ പോലെ പല ടൈപ്പ് കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ഈ ഇതുണ്ടല്ലോ ഇട്ടുകാലികളൊക്കെ വന്നിട്ട് കൂടി കണ്ടിട്ട് അവർക്ക് സ്ലിപ്പായി പോകുന്നു, അവർക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അവർക്ക് നല്ല നീറ്റായിട്ട് കിടക്കണമെങ്കിൽ അതാണ് റീസൺ. അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ താജ്മഹലൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഞങ്ങൾ അവിടുന്ന് അഹമ്മദാബാദിലേക്ക് വന്നല്ലോ. അതും കാണിച്ചിട്ടുണ്ട്, ചെറിയൊരു ഡിപ്പായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ടിപ്പോൾ കച്ചിലെത്തി നിൽക്കുകയാണ്. കച്ചിൽ ഞങ്ങൾ ട്രെയിനിൽ സത്യം പറഞ്ഞാൽ രാത്രിക്ക് കുറച്ച് നേരത്തേക്കൊക്കെ ആക്കി ഞങ്ങൾ വേറൊരു ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ അത്രയും ടൈം എയർപോർട്ടിൽ ഇരിക്കാണല്ലോ വെച്ചിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഇല്ലാത്തൊരു ട്രെയിനിലാണ് ഞാൻ കയറി. ഇത് അവിടെ ടിക്കറ്റൊക്കെ ടിക്കറ്റൊക്കെ കണ്ട് സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തി. അപ്പോൾ ഇന്നിപ്പോൾ 7-ാം തീയതി അല്ലേ, ഇന്ന് 7-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ പർച്ചേസിന് പോകുന്നതിന് മുന്നേ എനിക്ക് തോന്നി എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്നത് റെഗുലർ കസ്റ്റമർ ഡൽഹിയിൽ സർഫ്രാസും ആളുടെ വൈഫിനൊക്കെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒരു ചുരിദാർ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നവർ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് ചുരിദാർ വാങ്ങിയതാണ്, ആളെ പേഴ്സണൽ യൂസിന് വാങ്ങിയത്. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ പോയി കുറച്ച് നേരം എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഒന്നിങ്ങനെ അതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പോണ സമയത്തുണ്ട് ആ ചുരിദാർ അവർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഒരാളൊരു ഗിഫ്റ്റ് തരുമെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും നമ്മോട് എന്താവും ഇഷ്ടമുള്ള കാരണമല്ല അങ്ങനെ തരുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് കണ്ടപ്പോഴും എനിക്ക് സന്തോഷമായി. ഒരു പാകിസ്ഥാനി ഒരു സ്റ്റൈലിൽ വരുന്നൊരു ചുരിദാർ സെറ്റാണ് എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. ഒരു നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സൽവാർ സ്യൂട്ടാണ്. ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഏരിയ. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നിർത്തി നോക്കണം കേട്ടോ, സത്യം കേട്ടോ. കാരണം അത് കഴിഞ്ഞ എനിക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട് കളർ എന്താണെന്ന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ കളർ എന്താണെന്നുള്ള, പക്ഷെ അതിൻ്റെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാനൊന്നും എനിക്ക് എന്തും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഫുള്ള് കുറച്ച് പിന്നെ ഒരു 4-5 ദിവസം കൊണ്ട് ഡൽഹിയിൽ നിന്ന് കച്ച് സൂറത്ത് ഇതൊക്കെ കൂടെ കുറഞ്ഞ ടൈം കൊണ്ട് നമ്മൾ അറിയാലോ. അപ്പോൾ അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഒരു പിസ്ത ഗ്രീനിൽ ഒരു പീച്ച് ഷെയ്ഡായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഡിസൈനാണ്. എനിക്ക് ഇഷ്ടമായിട്ടാണ് സംഭവം. നല്ല പ്യുവർ ജോർജറ്റിലാണ്. പിന്നെ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ഇതുണ്ടല്ലേ. ഓക്കെ, ബാക്ക് പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ സ്ലീവാണിത്. ഓക്കെ, പിന്നെന്താ ബോട്ടം ദുപ്പട്ട. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരു ദിവസം ഏതെങ്കിലും വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. എന്തായാലും അവർക്ക് ഭയങ്കര താങ്ക്സ് കേട്ടോ. അത് മാത്രമല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ നെക്സ്റ്റ് ടൈം വന്നിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികളായിട്ട് നമുക്ക് ഡെറാഡൂണും അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തെ ടൂറായിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഇൻഷാ അല്ലാഹ് എന്തായാലും അവർക്ക് അങ്ങനെയും കൂടെ പോകാനുള്ള പ്ലാൻ. അതിൻ്റെ കൂടെ വേറെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം എൻ്റെ പേര് എന്നുള്ളത്. എന്താണ് ഷീർമാൽ എന്നാണ് ഷാഹി എന്നുള്ള ഷോപ്പിന്റെ പേരാണ്. ഷീർമാൽ എന്നാണ് എന്താണ് ഇതിന് പേരിട്ട ഈ ഭക്ഷണത്തിന്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചു പോയി, വേറെ ഒന്നുമല്ല. രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിലൊന്നും ഫുഡില്ല. ഒരു ദിവസം അന്ന് ഇത് തന്നതിൻ്റെ അന്ന് ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ചിക്കിങ്ങിൽ KFC രാത്രി കഴിക്കില്ല. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നമുക്ക് അങ്ങനെ പറ്റണമല്ല. അപ്പോൾ KFC പിന്നെ എല്ലായിടത്തും ഒരേപോലെയാണല്ലോ. അപ്പോൾ അത് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് നമുക്ക് ഫുഡില്ലാണ്ടായപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നിട്ടത് ഒരു ഇതേപോലത്തെ ഒരു റൗണ്ട് ആണ്. ഓപ്പൺ ചെയ്ത് ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് കവേർഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ 2 എണ്ണം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ്. ഇതെന്താ ഫുൾ ഓയിലി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഒരു എന്താ പറയുക നമ്മളവിടുത്തെ ഒരു ഫുള്ള് നോക്കി നോക്കിയാൽ ഫുള്ള് നട്ട്സാണ്, റിച്ച് ആയിട്ടുള്ള നട്ട്സ്. അതുള്ള നല്ല ടേസ്റ്റും ഉണ്ട്. വീട്ടെടുക്കുമ്പോൾ ചതുക്ക് വെക്കുന്നുണ്ട്. ഫുള്ള് നട്ട്സ്. ഇതിപ്പോൾ ഇങ്ങനെ ബദാം മാത്രമല്ലേ ഉള്ളൂ. മറ്റവര് ഫസ്റ്റ് ഞങ്ങൾ ഒന്ന് തന്നതിൽ ഫുൾ ജസ്ക ഒന്ന് തന്നതിൽ ഫുൾ പല ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് പലതുണ്ട്. പിന്നെ വലിയ മധുരമില്ല, കുറേ മധുരമാകുമ്പോൾ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടാണ്. കൂടുതൽ മധുരമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സർഫസ് ബൈ ഭയങ്കര താങ്ക്സ് കേട്ടോ. ഇത് നമുക്കിനി പർച്ചേസിന് നമുക്ക് ടൂറും പോകാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട്. ഒക്കെ ഇൻഷാ അല്ലാഹ് അത് എന്താ പറയുക, അത് നടത്തട്ടേയുള്ള അവസരം നമുക്ക് വരട്ടെ അല്ലേ. അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാനൊരു ജസ്റ്റിൽ കൂടെ വെറുതെ ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ അങ്ങനെ കാണിക്കാൻ കരുതി. നെയ്യപ്പം തിന്ന 2 കാര്യം പറഞ്ഞ പോലെ. അതെന്താ പേര്? ഷീർമാൽ തിന്നാലും 2 കാര്യം. അപ്പോൾ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. ഞാനും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഞങ്ങൾ രണ്ടാളും കൂടെ ഞാൻ താജ്മഹലിൽ ഭയങ്കര എനിക്ക് എന്താ പറയുക, ഇപ്പോഴും താജ്മഹൽ ഞാൻ കണ്ടോ എന്ന് എനിക്ക് ചെറുത് ഫീൽ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പിന്നെ ഒരു ഫോട്ടോ, എന്നതാ അങ്ങനെ ഒരു ഫോട്ടോ ഇതൊക്കെ എടുത്തത്. ഇത് എന്നിട്ട് ഇതാണ് ഉമ്മ മക്കൾക്ക് ഇത് ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ താഴെ മോനോട് പറഞ്ഞത് കണ്ട അമ്മ ഇപ്പം ഇപ്പുട്ടിനെ കൊണ്ടുപോകാണ്ട് പോയിട്ട് അല്ല നടുവിലത്തെ മോളോട് ഹവാനോട് പറഞ്ഞത് ഉമ്മ നിങ്ങളെ കൊണ്ടുപോകാണ്ട് പോയിട്ട് കണ്ടില്ലേ, അവരവിടെ എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് അവർ എൻജോയ് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു പർച്ചേസിന് പോയപ്പോഴല്ലേ ഉമ്മാനോട് പറയുകയാണത്ര. അപ്പം എനിക്ക് ഹാപ്പി ആയി. അല്ലെങ്കിൽ ഇത് ഞാൻ ഒരുപാട് പറയുമ്പോൾ അവർക്ക് കാണിക്കേണ്ട, കാരണം നമ്മളിങ്ങനെ പോകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പം ഇങ്ങനെ കുറച്ച് ഇവനെങ്ങനെ നിൽക്കണത് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഓർമ്മയായിട്ട് നമ്മൾ അതിലിരിക്കേണ്ടല്ലോ. അപ്പം അത് മെയിനായിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ കാരണം നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നോക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആകുമ്പോൾ അവിടെ അങ്ങനെ കിടക്കുമല്ലോ, ആ ഓർമ്മ അങ്ങനെ കിടക്കുമല്ലോ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഇനിയിപ്പോൾ കച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ കൊണ്ടുവരാം. അപ്പം അങ്ങനെ ഇനി അടുത്തത് എനിക്ക് കാണിക്കണം തോന്നി, കാരണം ഞാനും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പം അത് ഓപ്പൺ ചെയ്യണപ്പോഴാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഇത് പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്, രണ്ട് ഇതേപോലത്തെ റൗണ്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ഞാൻ എന്ത് നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, നമുക്ക് എങ്ങനെന്താണ് ഈ ഫുഡ് ഇങ്ങനെ കാണിക്കുമ്പോഴേ അടുത്ത് കാണിച്ചു നോക്കി. അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. അതേതാണ് തന്നെ, അതും കൂടെ ഒന്ന് കാണിക്കാം. 4 അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ലെയർ നമ്മൾ ഇതാക്കിയപ്പോൾ
അതിൽ ഫുള്ള് പല ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു. കൈ ഫുള്ള് എണ്ണ. അയ്യോ, ഇത് തിരിച്ചിട്ടാണ് ഒരു കവർ ചെയ്ത് തോന്നുന്നത് അല്ലേ? ബാഗിൽ ഇങ്ങനെ കടിമേലാകും. ഇതിങ്ങനെ ഫുള്ള് എന്താ പറയുക, ആൽമണ്ട്സ് വെച്ചിട്ടുള്ളത്. മറ്റേത് നമ്മൾ ഫുൾ മിക്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ഒരു ലൈറ്റ് മധുരമായ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയാണുള്ളത്. ഇനി വഴി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ.